ആമിനാമ്മ 40 വയസ്സ്. എന്തേ 40 വയസ്സ് ആമിനാമില്ല ഇവിടെ? ഇയാൾ ആർക്കാണ് പിന്നെ ഈ തിന്തകാന്തം കഷായം എഴുതിക്കണേ? ആമിനാമ്മയാണോ ആച്ചുമ്മയാണോ കമ്പൗണ്ടറെ? സംഗതി ആമിനാമ്മയാണ്. ഓ, ആമിനാമക്ക് 4 വയസ്സാണ്. 4 വയസ്സുള്ള ആമിനാമ്മയെ ഇക്കുട്ടിയാണ്. നിങ്ങൾക്ക് നേരെ വേണം നോക്കി വിളിച്ചൂടെ? തലക്ക് പറയാറില്ലാത്തൊരു ഡോക്ടറാണ് പഠിച്ചോൻ നമുക്ക് തന്നിക്കണത്. ഇത് കണ്ടോ, 4 ഒരു പൂജം പോലെ. ഇത് മനഃപൂർവ്വം നമ്മളെ കുഴക്കാൻ വേണ്ടി ചെയ്തതല്ലേ? അല്ല, നിങ്ങളെ കുട്ടിക്ക് എന്താ സുഖേട്? ഒരു ഉഷാറുമില്ല, ഒരു വസ്തു പഠിക്കൂല, ഇങ്ങനെ മെലിഞ്ഞു മെലിഞ്ഞു പോവുക എന്നെ. ഇതിലാണോ ഈ ഡോക്ടർ തിന്തകാന്തം കഷായം എഴുതി വെച്ചത്? ഇതാണ് പറഞ്ഞത് അയാൾക്ക് തലക്ക് സുഖമില്ലാന്ന്. ഇത് മാനുഫാക്ചറിംഗിലേ പോയിരിക്കുന്നു. ഈ കഷായം കൊണ്ടൊന്നും ഇത് ശരിയാവുന്ന എനിക്ക് തോന്നണില്ല. ഏതായാലും കൊണ്ടുപോയി നോക്കി. അടുത്തത് മോഹൻ. എനിക്ക് മഞ്ഞപ്പിത്താണ് ഡോക്ടർ. ആര് പറഞ്ഞു? രോഗം സ്വയം കണ്ടുപിടിച്ചെങ്കിൽ പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? ചികിത്സ തന്നെ താനും നടത്തിയാ പോരെ? എന്ത് രോഗമാണ്, ഏത് മരുന്നാണ് എന്നൊക്കെ നോക്കാനും തീരുമാനിക്കാനുമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായോ? മഞ്ഞപ്പിത്താണത്രേ. നല്ലോണം ശ്വാസം എടുത്തുവിട്. വായ തുറക്ക്, തുറക്ക്, ശരിക്കും തുറക്ക്. നിങ്ങൾക്ക് മഞ്ഞപ്പിത്താണ്. ഓ, എന്താ ഡോക്ടർ? എന്താ ഡോക്ടർ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ആവശ്യം എന്താണെന്ന് താൻ ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറയും. ഇയാൾക്ക് മഞ്ഞപ്പിത്താണ്. വെരി ഗുഡ്. വാർഡിൽ സ്ഥലമുണ്ടോ? ഇല്ല ഡോക്ടർ, നിലത്ത് എടുക്കേണ്ടി വരും. ആ 11ാം ബെഡിലെ പെടലി വേദനക്കാരൻ എന്തായി? വേദന മാറിയിട്ടില്ല എന്ന് പറഞ്ഞ അയാൾ അവിടെ തന്നെ കിടക്കുക. അയാളെ ആ ബെഡിൽ നിന്ന് എടുത്ത് താഴത്തിട്ടിട്ട് ഇയാളെ അവിടെ കിടത്തുക. എന്നിട്ട് കാലത്തും വൈകിട്ടും കീഴാർ നെല്ലി അരച്ച് 21 ദിവസം പാല് കലക്കി കൊടുക്കുക. പിത്തത്തിന് നിറമൊന്ന് മാറട്ടെ. മോളെ നോക്കിക്കോളട്ടാ. അല്ല, ഈ കീഴാർന്നെല്ലാം അരക്കാനും പിടിക്കാനും ഇവിടെ ആരാണ് ഡോക്ടർ? അതിലും നല്ലത് ഈ ദശമൂലാരിഷ്ടം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൂടെ? കാതറേ, ഇനി എല്ലാവരും നാളെ വന്നാൽ മതി. ടൈം കഴിഞ്ഞു. അയ്യോ ഡോക്ടറെ, ഞങ്ങള് കുറച്ചാളല്ലേ. ഇനി നാളെയെ പരിശോധിക്കൂ. ഇപ്പൊ തന്നെ നോക്കിയില്ലേല് ചത്തുപോകുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ലല്ലോ. പിന്നെ എന്ത് രോഗാണെങ്കിലും നിങ്ങൾക്കൊക്കെ തരാനുള്ള മരുന്ന് ഇഷ്ടം പോലെ ഇതിനകത്തുണ്ട്. പക്ഷേ ആ ഡോക്ടർ ഭ്രാന്തിന് കൊടുക്കാനുള്ള മരുന്ന് ഈ ഭൂലോകത്തില്ല. എങ്ങനെയുണ്ട്? സുഖമുണ്ട് ഡോക്ടർ. എങ്ങനെയുണ്ട് കിടത്തം? നല്ല കുളിര്. കുളിരും കുളിരും. ചുമ്മാ കിട്ടുന്ന സർക്കാരിന്റെ എണ്ണയാകുമ്പോ നല്ലോണം കുളിരും. ഇന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോളണം. സാറിന് എന്റെ അളിയൻ ഫോണിൽ വിളിച്ചിരുന്നില്ലേ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടന് വിളിച്ചാലും രോഗമില്ലാത്തവനെ പാർട്ടി കടത്ത് ചികിത്സിക്കാൻ പറ്റില്ല. മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കോളണം. വിക്സ് വാങ്ങി പുരട്ടാൻ പോലും കഴിവില്ലാത്ത ഒരുപാട് പാവങ്ങളുണ്ട് ഈ നാട്ടില്. അവർക്കുള്ളതാണ് ഈ സ്ഥാപനം. മരുന്നൊക്കെ നേരത്തിന് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, ഇന്ന് പിണ്ണതേലും തേച്ചില്ലേ? ഇല്ല ഡോക്ടറെ, ആ കമ്പൗണ്ടർ ഇന്ന് ഇത് വഴി വന്നിട്ടേ ഇല്ല. ഓഹോ. കാതറേ, കാലത്ത് ഇയാളുടെ കാലിൽ പിണ്ണതേലും തേച്ചില്ലേ? തേക്കാനതൊന്നും ഉരുകി കിട്ടണ്ടേ? ഇന്നലത്തെ തണുപ്പിന് ഉറച്ച് കട്ടിയായി പോയില്ലത്. തൈലോ? ആ, ഇപ്പൊ ഒരുക്കിയോ? അങ്ങനെ ഉരുകി വരുന്നു. കുറച്ചും കൂടെ ഒഴിച്ചേ. എങ്ങോട്ട്? ഈ കൈയിലേക്ക്. പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ പറഞ്ഞ സമയത്ത് ചെയ്യാതെ ഇമാതിരി പൊട്ട ന്യായം കൊണ്ട് വരരുത്. നന്നായിട്ടൊന്ന് കുളിച്ചാളാട്ടോ.